ഇന്ന് ഉഷാറായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആവാം അല്ലേ. അപ്പോൾ പൊരി കൊണ്ടുള്ള നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളി കോംബോ ആണെന്ന് പറയാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് പൊരി തന്നെ. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഏത് കപ്പാണോ ഉപയോഗിക്കുന്നത് ആ കപ്പ് തന്നെ എല്ലാ മെഷർമെൻറ്റും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ് കണ്ടോ, ഈ ഒരു ഗ്ലാസ്സിന് മുഴുവനായിട്ട് 2 ഗ്ലാസ് പൊരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ കണ്ടോ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണേ ഇതിനകത്ത് ഉഴുന്നിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതായത് എൻ്റെ കാൽഭാഗം എന്ന് പറയാൻ പറ്റില്ല, അതിലും കുറവ്. പിന്നെ അതേ ഗ്ലാസ്സിന് തന്നെ 1/2 കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി 1/2 കപ്പിൽ കുറവായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഈ പൊരിയും ഉഴുന്നും ഒന്നിച്ചിട്ടാണ് കുതിർക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ കഴുകിയ ഉഴുന്നാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. നല്ലതുപോലെ കഴുകിയ ഉഴുന്നും അതുപോലെ പൊരിയും നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിനകത്താണ് കേട്ടോ വെക്കുന്നത്. പൊരി ഒത്തിരി സമയം നമ്മൾ പുറത്തങ്ങ് വെക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു മണം അടിക്കും. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം. പച്ചരി നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്തി വെക്കുക. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ 2 ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. 4 മണിക്കൂറിന് ശേഷമാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ തണുത്ത പൊരി ആയതുകൊണ്ട് തന്നെ മാവ് അരക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ ഞാൻ പച്ചരി അരച്ചതും പൊരി അരച്ചതൊക്കെ വെള്ളം നോക്കിയിട്ട് ചേർക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് സാധാരണ നമ്മൾ ദോശമാവിനൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ദോശക്കുട്ടുണ്ടല്ലോ, ആ ഒരു ഉഴുന്ന് ദോശ ഉണ്ടാക്കുന്ന അതേ അളവിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഒരു 7-8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ റെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള മാവാണിത്. ഇതിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഇനി നല്ല ചൂടുള്ള പാനിലോട്ടേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. പിന്നെ ഇതിൽ നിന്ന് നന്നായിട്ട് കണ്ടില്ലേ, നമ്മൾ ഉഴുന്ന് ദോശക്കൊക്കെ വരുന്ന പോലെ തന്നെ കണ്ടു, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുമിളകൾ പോലെ വന്ന് തുടങ്ങുമ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഒഴിച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് നല്ല ഒരു ഫ്ലേവർ ഉണ്ടാവുക. ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ദോശയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനുണ്ടാവുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ നല്ല അടിപൊളി ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ദോശ പറയുന്നത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് നല്ലൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.